ഔറംഗസേബിന്റെ കല്ലറയെ ചൊല്ലിയുള്ള തർക്കവും അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം നാഗ്പൂരിലുണ്ടായ വലിയ കലാപവുമെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. നാഗ്പൂരിൽ വലിയ വിഭാഗം ആൾക്കാർ, ഒരു പ്രത്യേക മതവിഭാഗം ഖുർആൻ കത്തിച്ചു എന്ന് ആരോപിച്ചാണ് അവിടെ കലാപം അഴിച്ചുവിട്ടത്. എന്തായാലും ഇവരെല്ലാം ഇപ്പോൾ പോലീസ് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം അറസ്റ്റ് ചെയ്യുന്നത് തുടരുകയാണെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇതിനിടയിൽ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ സംഭാൽ അറിയാം, സംഭാലിൽ മോസ്ക് അവിടെ സർവേ ചെയ്യാൻ പോയപ്പോഴാണ് അവിടെ വലിയ കലാപം ഉയർന്നത്. ആ സംഭാൽ എന്ന് പറഞ്ഞ ജില്ലയിൽ നിന്ന് മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. സംബാലിൽ സയ്യിദ് സലാർ മസൂദ് ഗാസി എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരൻ, ആ കൊള്ളക്കാരന്റെ പേരിൽ ഒരു ഉത്സവം നടക്കുന്നു. ആ ഉത്സവം നടത്തണ്ട, കൊള്ളക്കാരുടെ പേരിൽ ഇവിടെ യാതൊരുവിധ ഉത്സവവും നടത്താൻ പാടില്ല എന്ന ഉത്തരവ് ഇപ്പോൾ അവിടെ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും മാർച്ച് 17 തിങ്കളാഴ്ച സംബാൽ ഭരണകൂടം ചരിത്രപരമായ അധിനിവേശക്കാരെ മഹത്വപ്പെടുത്തുന്ന ഒരു പരിപാടിയും അവിടെ പാടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സയ്യിദ് സലാർ മസൂദ് ഗാസിയെ ആദരിക്കുന്നതിനായി സംബാലിൽ പരമ്പരാഗതമായി വാർഷികമായി നടത്തുന്ന ഒരു നെജമേള എന്ന് പറഞ്ഞൊരു മേളയുണ്ട്. ആ മേള അനുവദിക്കാൻ കഴിയില്ലെന്ന് അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ശിരീഷ് ചന്ദ്ര പ്രസ്താവിച്ചു. കാരണം അദ്ദേഹം ഒരു അധിനിവേശക്കാരനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ വർഷവും ഹോളിക്ക് ശേഷം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ നജീബ് മേള എന്ന് പറയുന്നത്. ഈ മേള മുൻകാലങ്ങളിൽ ഹിന്ദു സമൂഹത്തിലെ അംഗങ്ങളിൽ നിന്ന് എതിർപ്പ് നേരിട്ടിരുന്നു. തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചുകൊണ്ട് അവർ പോലീസ് ഭരണകൂടത്തെ സമീപിച്ചിരുന്നു. ഈ ആശങ്കകൾക്ക് മറുപടിയായി സലാർ മസൂദ് ഗാസി രാജ്യത്തിന് ദോഷം ചെയ്ത ഒരാളാണ് എന്ന് പോലീസ് പറയുന്നു. അത്തരം പരിപാടികളിലൂടെ അദ്ദേഹത്തെ ആഘോഷിക്കുന്നത് ഉചിതമല്ല എന്നാണ് ഇപ്പോൾ അധികാരികളും പറയുന്നത്. എന്തായാലും പരിപാടിക്ക് അനുമതി തേടാൻ എത്തിയ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളോട് ASP ചന്ദ്ര സംസാരിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ഒരു അധിനിവേശക്കാരനെ ആദരിക്കുന്ന ഒരു ഉത്സവം ഭരണകൂടം അനുവദിക്കാൻ സാധിക്കില്ല, അത് അനുവദിക്കുകയില്ല എന്നാണ് ASP ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സോമനാഥിനെ കൊള്ളയടിച്ചവരെ ആഘോഷിക്കാൻ കഴിയില്ലെന്ന് സംബാൽ ASP കൂട്ടിച്ചേർത്തു. കൊള്ളക്കാരന്റെ പേരിൽ ഒരു സ്മാരകവും പണിയില്ല, ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ കർശന നടപടിയെടുക്കും എന്നാണ് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്തിനെതിരെ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ പിന്തുണയ്ക്കുന്ന ഏതൊരാളും രാജ്യദ്രോഹിയിൽ നിന്ന് വ്യത്യസ്തനല്ല. അത്തരം ഒരു വ്യക്തി ബഹുമാനത്തിനും ആഘോഷത്തിനും അർഹനാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവരും രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്നവരാണെന്നാണ് ASP പറഞ്ഞത്. ഇതൊരു പാരമ്പര്യമല്ല, ഇത് അജ്ഞതയിൽ തുടർന്നു വന്ന ഒരു ആചാരമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഇത് തുടരാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അവർ അത് ചെയ്യുന്നത് ദുരുദ്ദേശത്തോടു കൂടിയാണെന്ന് കൃത്യമായ വാക്കുകളാണ് ASP പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നേരത്തെ നേജ കമ്മിറ്റി അംഗങ്ങൾ പരിപാടിക്ക് അനുമതി തേടി SDM ഡോക്ടർ വന്ദന മിശ്രയെ സമീപിച്ചിരുന്നു. എന്നിരുന്നാലും നിലവിലെ രൂപത്തിൽ ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവരും ഇത് ശക്തമായി നിരസിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.